അല്ല, ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങൾക്ക് പാർലമെന്റിലും നിയമസഭയിലും മത്സരിക്കാനുള്ള അംഗീകാരവും ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയിൽ നൽകി കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിന്റെ വളർച്ചക്കനുസരിച്ചും നാടിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചും പരിവർത്തനങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് കേവലമായ ഒരു മതസംഘടനയായെന്ന് വിലയിരുത്തുമ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രയാസം. ഇതൊരു സാമൂഹ്യ പ്രസ്ഥാനമാണ്. സാമൂഹ്യ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതിനുള്ള നയങ്ങൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ മത്സരിക്കാനുള്ള അനുവാദം അതിന്റെ അനുയായികൾക്ക് നൽകി. ഇത് ഇസ്ലാമല്ല എന്ന് ഇതിന് തെളിവാണ് ഈ പറഞ്ഞത് അല്ലേ? ഇവിടെ സദറുദ്ദീൻ മൗലവി പറഞ്ഞ എന്താ? ഇത് ഇസ്ലാമാണ്, ഇത് ദീനാണ്, ഇത് അള്ളാന്റെ പ്രവാചകന്മാർ നടപ്പാക്കിയതാണെന്ന് കുരിയിൽ വന്ന് പ്രസംഗിച്ചത്. എന്നാൽ ആരിഫ് അലി സാറ് പറയുന്നത് എന്താ? ആരിഫ് അലി സാറ് പറയുന്നത് ഇത് മതസംഘടനയാന്ന് വിലയിരുത്തുമ്പോഴേ പ്രശ്നമുള്ളൂ. ഞങ്ങളെന്ന് വെച്ചാൽ അങ്ങനൊന്നല്ല, അങ്ങൊന്നും മതം, ഞങ്ങൾക്കെന്ത് ജാതി, അങ്ങനൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവിയല് പ്രസ്ഥാനാണിത്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളൊക്കെ ഇങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനാണ് ഇസ്ലാം അല്ല എന്ന് പറയുന്നത്. അത് ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ പേര് അതിനെ ചാർത്തല്ല, നാണക്കേടാണ്. ഈ ലോകത്തുള്ള മനുഷ്യന്മാർ, യൂറോപ്പിലുള്ള മനുഷ്യന്മാർ, പാശ്ചാത്യരായ ആളുകൾ ഇതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചാല് നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് എന്തായിരിക്കും അവസ്ഥ? ഇവിടെ യൂറോപ്പിലുള്ള ആളുകൾക്കും പാശ്ചാത്യൻ സമൂഹങ്ങൾക്കും ഇസ്ലാമിനെ പരിചയപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഈ കോലത്തിലെ ഇസ്ലാമിനെ ഒരു പരിചയപ്പെടണമെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? എന്നാൽ ഇങ്ങനെ ഒരു നിലപാട് ഇസ്ലാമിക സമൂഹം ആ സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, നേരെ മറിച്ച് മൗദൂദി സാഹിബാൻ. ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറയുന്ന പുസ്തകം, മൗലാന മൗദൂദിയുടെ പുസ്തകം, ആ പുസ്തകത്തിൽ പറയുന്നു വിശുദ്ധ ഖുർആനും തിരുചര്യയും കൃത്യമായി പഠിക്കണം കേട്ടോ. ഖുർആനും തിരുചര്യയും ഒരു സംഗതിയെക്കുറിച്ച് നന്മയെന്ന് വിശേഷിപ്പിക്കുന്ന പക്ഷം അത് എക്കാലത്തെയും നന്മയായിരിക്കും. അപ്രകാരം അവ തിന്മയാണെന്ന് വിശേഷിപ്പിക്കുന്ന സംഗതി എക്കാലത്തെയും തിന്മയായിരിക്കും. കടമയായി നിശ്ചയിച്ചവ എന്നെന്നും കടമയായിരിക്കും. അനുവദനീയമെന്ന് വിശേഷിപ്പിച്ച കാര്യങ്ങൾ എന്നും അനുവദനീയവും, നിഷിദ്ധങ്ങളായി എണ്ണിയവ എന്നെന്നും നിഷിദ്ധങ്ങളുമായിരിക്കും. ഇനി അടുത്ത പാരഗ്രാഫ് കേട്ടോ. ഈ നിയമത്തിൽ വല്ല ഭേദഗതിയോ ഏറ്റക്കുറച്ചിലുകളോ അതിനെ ദുർബലപ്പെടുത്തുവാനോ ആർക്കും തന്നെ അവകാശമില്ല. ഒരു ശൂറാ കമ്മിറ്റിക്കും അധികാരമില്ല, ഒരു അമീറിനും അധികാരമില്ല. അടുത്ത വാചകം കേട്ടോ. ഏതെങ്കിലും വ്യക്തിയോ സംഘടനയോ സമൂഹമോ അപ്രകാരം ചെയ്യുന്ന പക്ഷം അവർ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും പുറത്തു പോകാൻ തീരുമാനിച്ചുവെന്നാണ് അർത്ഥം. ഇങ്ങനെ ഇസ്ലാമിലെ അനുവദനീയമായ ഒരു കാര്യത്തെ ഹറാമാക്കുവാനോ ഹറാമായ ഒരു കാര്യത്തെ അനുവദനീയമാക്കുവാനോ വല്ല ഏറ്റക്കുറച്ചിലും വരുത്തുവാനോ തീരുമാനിച്ചാൽ അവർ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചുവെന്നാണ് അതിന്റെ അർത്ഥം. മുസ്ലിങ്ങൾ തന്നെയായിക്കൊണ്ട് ഇന്നത്തെ തിന്മ ഇന്നു നന്മയും നാളെ വീണ്ടും തിന്മയുമായി മാറ്റാവുന്നതല്ല. ഇതാരാ പറഞ്ഞത്? മൗദൂദി സാഹിബാൻ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചുവെന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്ന് വളരെ വ്യക്തമായി മൗദൂദി സാഹിബ് തന്നെ പറയുമ്പോൾ, ജമാഅത്ത് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന, വിശുദ്ധ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുമോ? അതിന്റെ പേരിൽ പോസ്റ്റ് ഒട്ടിച്ച് നടക്കാൻ സാധിക്കുമോ? അതിനുവേണ്ടി മുദ്രാവാക്യം മുഴക്കാൻ സാധിക്കുമോ? സാധ്യമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താ? മൗദൂദി സാഹിബ് ആവിഷ്കരിച്ചു കൊണ്ടുവന്ന ഹുക്കൂമത്തെ ഇലാഹി എന്ന നിലപാട്, ഹുക്കുമതരാഷ്ട്രവാദം എന്ന നിലപാട്, ആ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ ഗതികേടുണ്ടായത്. എന്താ മൗദൂദി സാഹിബ് പറഞ്ഞത്? മൗദൂദി പഠിപ്പിച്ചത് ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഭരണം വേണമെന്നാണ്.